വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ വിശകലനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മലബാറിലെ ഈഴവ സമുദായം എന്നറിയപ്പെടുന്ന തീയ സമുദായം വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, മാർക്സിസ്റ്റ് പാർട്ടിയെ തൽക്കാലത്തേക്കെങ്കിലും കൈവിട്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് കൈവിട്ടപ്പോൾ അവർ കൈ കൊടുത്തത് കോൺഗ്രസിനാണ്. അതുപോലെ CPM വിമതർക്കാണ് കൈ കൊടുത്തത്. കുഞ്ഞികൃഷ്ണനും അതുപോലെ TK ഗോവിന്ദനടക്കമുള്ള CPMൻ്റെ വിമതർക്കും ലീഗുകാർക്കും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാർക്കുമൊക്കെ താൽക്കാലികമായി കോഴിക്കോട് ജില്ലയിലെ ഉൾപ്പെടെ പേരാമ്പ്രയിൽ ഉൾപ്പെടെയുള്ള ഈഴവ സമുദായക്കാരും തീയ സമുദായക്കാരും അവർ കൈവിട്ട് കളിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം അവർ പിണറായിയുടെ കൈ പൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ വിശകലനം കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട്. പിണറായി വിജയൻ 50,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. ഇപ്രാവശ്യം അത് 20,000 ആയതുകൊണ്ടും ആദ്യത്തെ 7 റൗണ്ടിൽ അദ്ദേഹം പുറത്തു പോയതുകൊണ്ടും CPM കോർണറുകളിൽ നിന്നറിയുന്നത് പിണറായി വിജയൻ അസംബ്ലിയിലേക്കില്ല. പിണറായി വിജയൻ രാജിവെക്കുമെന്നാണ് അറിയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇന്ന് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് വന്ന് പന്തലിടാൻ പറഞ്ഞ ആളാണെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. തിരുവനന്തപുരത്ത് പന്തലിടാനൊക്കെ 5-ാം തീയതി പന്തലിടാൻ പറഞ്ഞ ആളാണ്. പക്ഷേ അത് നടന്നില്ല. അവസാനം പിന്നെ ഈ പന്തലിടുന്ന കഥയൊക്കെ പോയിട്ട് ഇന്നലെ പ്രത്യേക ദൂതൻ വഴി ചീഫ് സെക്രട്ടറി വഴി രാജിക്കത്ത് അവിടെ കൊടുത്തു വിടുകയാണ് ചെയ്തത്. രാജ്ഭവനിൽ അവരത് അംഗീകരിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി. രാജ്ഭവനിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഇറക്കി. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാനുമില്ല, പാർലമെൻ്ററി രംഗത്ത് നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹം ചികിത്സാർത്ഥം രാജിവെക്കാൻ തീരുമാനിച്ച് പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് രാജിവെച്ച് അവധിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ രാജിവെച്ച് അവധിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരും. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ അബ്ദുൾ റഷീദ് വീണ്ടും അവിടെ ഉണ്ടായാൽ ഭരണം കൂടി ഉള്ളതുകൊണ്ട് ധർമ്മടത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമെങ്കിൽ നമുക്ക് നോക്കാം. രണ്ടാമത് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ MLAയും TK ഗോവിന്ദൻ MLAയും G സുധാകരൻ MLAയും ചടങ്ങുന്ന ഒരു വലിയ ടീം കേരളത്തിൽ ഒരു ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളായി, ഇടതുപക്ഷത്തിൽ എന്നാൽ CPMൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവരോ CPMനെ ഇപ്പോഴും ഇടതുപക്ഷമായിട്ട് നിൽക്കുന്ന ബുദ്ധിജീവികൾ അടക്കമുള്ള പാനലിസ്റ്റുകളും ചാനലിൽ വരുന്നവരും എല്ലാം ഡിസ്കഷന് വരുന്നവരും ഡിബേറ്റ് വരുന്നവരും എല്ലാം കൂടെ ചേരുന്ന ഒരു വലിയ ടീം പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി, ഒരു മാർക്സിസ്റ്റ് പാർട്ടി കൂടി കേരളത്തിൽ വരും. ഇപ്പോൾ തന്നെ CPM ഉണ്ട്, CPI ഉണ്ട്, RSP ഉണ്ട്. RSP പിന്നെ വേറെ തരത്തിൽ നിന്നാണ്. എന്നാൽ CPMൽ നിന്ന് തന്നെ ഉണ്ടായ CPM CPI, CPI നിന്ന് CPM ഉണ്ടായി, ആ CPMൽ നിന്ന് RMB ഉണ്ടായി, അതിൽ നിന്ന് JSS ഉണ്ടായി, അതിൽ നിന്ന് CMP ഉണ്ടായി. എന്നാൽ ഇനി ഒരു പുതിയ പാർട്ടി കൂടി അതിനകത്ത് ഉണ്ടായി വരുന്നു. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ അങ്ങനെ ഏതെങ്കിലും പേരിലായിരിക്കും. ഇതിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് മലബാറിൽ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും തെക്കൻ ഭാഗത്ത് G സുധാകരനുമാണ്. അതിന് PV അൻവറും കൂടി അതിനകത്ത് ചേരുമോ എന്നറിയില്ല. എങ്കിൽ വലിയൊരു ശക്തിയായിരിക്കും പുതിയൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നു. ഒരു യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് പറഞ്ഞുണ്ടാകും. ഇനി അതോടൊപ്പം തന്നെ ഒരു RMBയുടെയും CMBയുടെയും ഉണ്ടാകാൻ പോകുന്ന പാർട്ടിയുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായാലും അത്ഭുതമില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇടതുപക്ഷം ഇപ്പോഴുള്ള CPMും CPIയും അമ്പയെ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, അവർ അനുദിനം ഇനി എങ്ങോട്ട് പോകുമെന്നറിയാൻ വഴിയാതെ KK രമ പറഞ്ഞതുപോലെ നഗ്നനായി നല്ല ചൂട് വെയിലത്ത് നിൽക്കുകയാണ് പിണറായി വിജയൻ. ഇനി എങ്ങോട്ട് പോകുമെന്നറിയില്ല, ഉരുകി തീരുമോ എന്നും അറിയില്ല. എന്തായാലും വളരെ കൃത്യമായി പിണറായി വിജയൻ രാജിവെക്കുന്നു. അതേ MLA സ്ഥാനം രാജിവെക്കുന്നു. അതേ MLA സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നില്ല എന്നാണ് ഒരു ലേറ്റസ്റ്റായി കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നിന്ന് അവധിയെടുത്ത് ചികിത്സയ്ക്കായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പാർട്ടി പിളരുന്നു, പാർട്ടി രണ്ടാകുന്നു മീൻസ് പുതിയ പാർട്ടി ഉണ്ടാകും. ആ പാർട്ടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണൂരിലെ ലോബിയുടെ ഒരു ശക്തമായ പിന്തുണ TK ഗോവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ V കുഞ്ഞികൃഷ്ണനുമുണ്ട്. അതിനകത്ത് ജയരാജന്മാരുടെ ചില ഇടപാടുകളും ഉണ്ടെന്ന് കേൾക്കുന്നു. തെക്കോട്ട് വരുമ്പോൾ തോമസ് ഐസക്കിൻ്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ G സുധാകരൻ ഒരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട്. ചാഞ്ചാട്ടമല്ല, G സുധാകരൻ ഇപ്പോൾ പുറത്ത് നിൽപ്പുണ്ട്. ഇവരെല്ലാം കൂടെ ചേരുന്ന പുതിയൊരു ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളാണ് യഥാർത്ഥ CPM എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ ഒരു പാർട്ടി തന്നെ രൂപപ്പെടാൻ കേരളത്തിൽ സാധ്യതയുണ്ട്. അതിന് മുൻകൈ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ബുദ്ധിജീവികളും പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും ആരെയും തലയും മുറുക്കി രംഗത്തുണ്ട്. മിക്കവാറും പുതിയൊരു പാർട്ടി കൂടി കേരളത്തിൽ ഉദയം ചെയ്യുവാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് നാം ഇപ്പോൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയം
വീണ്ടും ഒന്നുകൂടി തിരിയുന്നതാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ രാജിവെക്കുന്നു, MLA സ്ഥാനം രാജിവെക്കും. അങ്ങനെ വരുമ്പോൾ 6 മാസത്തിനകത്ത് ധർമ്മട തെരഞ്ഞെടുപ്പ് നടക്കും. ഇവിടെ മറ്റൊരു പാർട്ടി കൂടി ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മറ്റൊരു പാർട്ടി ഉണ്ടായാലും തൽക്കാലം അവർ UDFൻ്റെ ഭാഗമായി തുടരും, ജയിച്ചതുകൊണ്ട്. പക്ഷേ ഭാവിയിൽ അവർ മറ്റൊരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുമോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് ഭാവിയിലെ കാര്യമാണ്. എന്തായാലും 5 വർഷം അവർ UDF ആയിട്ട് തന്നെ ഈ പറയുന്ന പുതിയ പാർട്ടി തുടരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പാർട്ടി പ്രത്യേകിച്ച് പക്ഷേ ഇതിനകത്തൊരു ചെറിയ തടസ്സങ്ങൾ വരുന്ന വി കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുന്നത് RSPയുടെ ഒരു കെയർ ഓഫും കൂടെ വെച്ച് RSP കിട്ടിയ മണ്ഡലത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വി കുഞ്ഞികൃഷ്ണന് RSP പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാം. വളരെ മനോഹരമായിട്ടുള്ള തീരുമാനങ്ങളാണ് വരുന്നത്. എന്തായാലും പിണറായി പണി മതിയാക്കി. വീട്ടിൽ പോടാ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതിന് വീട്ടിലിരിക്കാൻ ജനങ്ങൾ പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ പിണറായി അനുസരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വീട്ടിലേക്ക് തന്നെ പിണറായി പോയി. തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ, വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ കയറിയതാണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. ഇനി തിരുവനന്തപുരത്തേക്കില്ല. ഇനി കാവൽ മന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് തുടരണം. അത് വേറൊരു ചെറിയൊരു സാങ്കേതികത്വം മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യത്തിനും അദ്ദേഹമില്ല. എല്ലാവരോട് യാത്ര പറഞ്ഞാണ് പോയത്. മന്ത്രിമാരോട് യാത്ര പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരോട് യാത്ര പറഞ്ഞു, എല്ലാവരോടും യാത്ര പറഞ്ഞ് വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു യാത്രയപ്പോടു കൂടിയാണ് പിണറായി പോയിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ തീർച്ചയായിട്ടും അസംബ്ലിയിലേക്കില്ല എന്നാണ് കേൾക്കുന്നത്. പുതിയ പാർട്ടിയും കേരളത്തിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇനി പാർട്ടിക്കകത്ത് ഒരു ആഭ്യന്തര കലാപത്തിനുള്ള സാധ്യതയുമുണ്ട്. കണ്ണൂർ ലോബിയും തിരുവനന്തപുരം ലോബിയും പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ഇനി എല്ലാവരും ചോദിക്കും, സഖാവല്ലേ തോൽപ്പിച്ചതെന്നുള്ളൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. യുവതലമുറയുടെ വലിയ ആവേശവും തിരുത്തൽ ശക്തികളുമായി CPM മാറുമോ എന്നുള്ളതാണ്. അങ്ങനെ മാറിയാൽ കേരളത്തിൽ വീണ്ടും തുടരും, ഇല്ലെങ്കിൽ ബംഗാളിൻ്റെ താഴെ പോകും.